മുഹമ്മദ് ഷായിലേക്ക് കൂടി ഇത് പോയി വരാം. മുഹമ്മദ് ഷാ, ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ് ഈ ഫോർമൽ ഒബ്ജക്ഷൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ ഇതാ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പ്രസ് ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് ശങ്കുട്ടിദാസിന്റെ വാദം. മുഹമ്മദ് ഷാ, ആ അർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് വാക്കു പാലിച്ചില്ലേ? അമിത്ഷായല്ലേ നാളെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പോകുന്നത്? ആ അർത്ഥത്തിൽ അതിനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. അരുൺ, എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശങ്കു ഈസ് എ ലോയർ. ശങ്കു പറഞ്ഞപ്പോൾ NIA കോടതി ഭരണകക്ഷിയുടെയും ഹൈക്കോടതി പ്രതിപക്ഷത്തിൻ്റെതാണോ വിചാരിച്ചിരിക്കുന്നത്? NIA കോടതി പോയത് BJPക്ക് അനുകൂലമായ കാര്യവും ഹൈക്കോടതി പോയിരുന്ന എതിരായ കാര്യം അങ്ങനെയൊന്നുമില്ല. കോടതിയിൽ കേസുമായി പോകുമ്പോൾ ഞാൻ പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ലീഡറായിട്ട് ചീഫ് ജസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള കോടതിയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി പറയാം, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അവർക്ക് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പോലും പോലീസിൻ്റെ പ്രൊറോഗേറ്റീവാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒരു മർഡർ കേസാണെന്നിരിക്കട്ടെ, അറസ്റ്റ് പോലീസിൻ്റെ പ്രൊറോഗേറ്റീവാണ്. നോൺ ബെയിലബിൾ ഓഫീസർ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇനി കസ്റ്റഡി ഇഷ്യൂ, അറസ്റ്റ് ചെയ്തു, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ അനുവദിക്കുന്നതിന് കൺസീഡ് ചെയ്യാറുണ്ട് കോടതിയിൽ. ജാമ്യം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് വേണം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കോടതി പറഞ്ഞിട്ടുള്ളവരാ, സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് വെക്കണം, ജാമ്യം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കൺസീഡ് ചെയ്ത 1000 ജഡ്ജ്മെന്റ് ഞാൻ എടുത്തു തരാം. അതെ, ഞാനത് വ്യക്തമാക്കട്ടെ മുഹമ്മദ് ഷാ. ഇപ്പോൾ BJPയും ഷോൺ ജോർജും ശങ്കുട്ടിദാസും പറയാൻ ശ്രമിച്ചത് അങ്ങനൊരു ചരിത്രമില്ല എന്നത് ശരിയല്ല. അതായത് ജാമ്യത്തിന് കൺസീഡ് ചെയ്തിട്ടുണ്ട്, ഫോർമൽ ഒബ്ജക്ഷൻ പോലും പറയാതെ ജാമ്യത്തിന് കൺസീഡ് ചെയ്ത ചരിത്രമില്ലേ പ്രോസിക്യൂഷന്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ജാമ്യം കൊടുക്കാൻ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് വെക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ദ പ്രോസിക്യൂട്ടർ സേസ് ദാറ്റ് ഈവൻ ഇഫ് ബെയിൽ ഈസ് ഗ്രാൻഡഡ് സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് മസ്റ്റ് ബി ഇമ്പോസ്ഡ് എന്ന് മാത്രം പറയുകയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്. ഇത്രയും പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അവർ ചെയ്തെന്താ? അതിപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പ്രോസിക്യൂട്ടർ പുറത്തോട്ട് വന്ന സമയത്ത് ചാനലിൻ്റെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൺവേർഷൻ നടന്നു, ട്രാഫിക്കിംഗ് നടന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പല തെളിവുകൾ എടുക്കാനുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തിരിച്ചറിയാതെ അനൂപ് എന്ന് പറഞ്ഞ ഒരു നേതാവും എൻ്റെ കൂട്ടക്കൊന്ന് വേറൊരു വക്കീൽ, മലയാളി വക്കീൽ വന്നിട്ട് പറഞ്ഞു പ്രോസിക്യൂഷൻ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല എന്ന്. മലയാളം അറിയാത്ത അടുത്ത് നിന്ന വക്കീൽ പറഞ്ഞു ഒബ്ജക്റ്റ് ചെയ്തു എന്ന്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ആവശ്യം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടലല്ല. കന്യാസ്ത്രീകളുടെ കേസിൽ BJP ഒബ്ജക്റ്റ് ചെയ്യില്ല എന്ന് അമിത്ഷാ പറഞ്ഞു നടന്നു എന്ന് ജനങ്ങളെ അറിയിക്കണം. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഇവർ തെളിവ് നശിപ്പിക്കുവോ മറ്റേ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഒറ്റ വാക്ക് മതി. അതായത് ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിലാണ്, ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒബ്ജക്ഷൻ അത് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് തെളിവുകൾ ഞങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. ഈ സമയത്ത് ഇവർക്ക് ജാമ്യം കൊടുത്താൽ അപകടമാണെന്ന ആ വാക്കിൻ്റെ അർത്ഥം. ബഡ്ഡിങ് സ്റ്റേജിലെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വാദം അവർ ഉന്നയിക്കരുത്. അവർ പറയേണ്ടത് ഇവർ കന്യാസ്ത്രീകളാണ്, തൽക്കാലം അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് കഴിയില്ല, പക്ഷേ ഇൻവെസ്റ്റിഗേഷനോട് അവർ സഹകരിക്കാൻ പറയണം എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവരുടെ കേസിനെ അവർ ഡിസോൺ ചെയ്യുന്നില്ല. കേസ് അവിടെ തന്നെ ഉണ്ട്, അതോടൊപ്പം തന്നെ ജാമ്യം കൊടുക്കാനും കഴിയും. ആ വാക്ക് ഇന്നേതായാലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കരുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് ഞാൻ എൻ്റെ ഒരു മിനിറ്റ് എനിക്ക് തരണം. കാരണം ഇതെല്ലാവരും ഇമോഷണലായിട്ട് നിൽക്കുന്നത് അവർ ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും പേരിലല്ല. ഈ കന്യാസ്ത്രീകളെന്ന് പറയുന്ന സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ചത് ഈ 15 വർഷം സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു വന്നവരാ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങളെല്ലാം അങ്ങനെ പഠിച്ചു വന്നവരാ. നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്നവരുണ്ട്. ഒരിക്കൽ പോലും ഒരു തവണ പോലും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിലും ഒരു ഇൻ്റർഫറൻസ് അവരാരും നടത്തിയിട്ടില്ല. അവർ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളാണ്. അങ്ങനെയാകുമ്പോൾ അമ്മമാരുടെ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മാതാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുന്ന 2 ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഞാൻ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയില്ല, കന്യാസ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത സേവനത്തിന് വേണ്ടി അവരകത്ത് കിടക്കുമ്പോൾ അവിടെ പോയി പൊളിറ്റിക്സ് ഒന്നും പറയണ്ട, ആദ്യം അവർ പുറത്തിറങ്ങട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ അമിത്ഷാ പറഞ്ഞിട്ടും ഒബ്ജക്റ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിൽ അമിത്ഷാ നോ എന്ന് പറഞ്ഞാൽ നോയും, യേസ് എന്ന് പറഞ്ഞാൽ യേസും തന്നെയാണ്. അമിത്ഷാ അത് നിങ്ങളോട് പറഞ്ഞു ഒബ്ജക്റ്റ് ചെയ്യില്ല എന്ന്, പക്ഷേ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള തീരുമാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. സമയമേ ഉള്ളൂ. ഞാനൊന്ന് ഇദ്ദേഹം പറഞ്ഞ മറുപടി പറയാനുള്ള അവസരം താങ്കൾക്ക് തരികയാണ്. ശങ്കുട്ടിദാസ്, ഇതാ ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്ന അഭിഭാഷകൻ തന്നെ പറയുന്നു, താൻ തന്നെ ഫോർമലായിട്ടുള്ള ഒബ്ജക്ഷൻ പറയാതെ ജാമ്യത്തിന് കൺസീഡ് ചെയ്ത ചരിത്രമുണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു, അന്വേഷണം ആരംഭഘട്ടത്തിലാണ്, ജാമ്യം നൽകുന്നതിന് ഞങ്ങളെതിരല്ല, പക്ഷേ കണ്ടീഷൻസ് വേണം എന്ന് മാത്രം പറയാമായിരുന്നു. അതെന്തുകൊണ്ട് പറഞ്ഞില്ല?
ഇത് നോക്കൂ, ഇത് വളരെ കൗതുകകരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന ഓരോ വാചകങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രോസിക്യൂട്ടർ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. മുഹമ്മദ് ഷാ പറയുന്നു ബെയിൽ മേ ബി ഗ്രാൻഡഡ് ബട്ട് സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് മേ ബി ഇമ്പോസ്ഡ് എന്ന് പറയാമായിരുന്നു എന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തിട്ട് എന്താ എല്ലാ തിങ്കളാഴ്ചയും വന്നിട്ട് ഒപ്പിടണം എന്നുള്ളതാണ് കണ്ടീഷൻ ഒപ്പിക്കേണ്ടത്? അതോ 2 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടി വെക്കണം എന്നാണ് കണ്ടീഷൻ ഇമ്പോസ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയും വലിയ റിഗറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തു, കന്യാസ്ത്രീകൾക്ക് മേലെ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചു എന്നല്ലേ നിങ്ങൾ പറയുക? പിന്നെ അരുൺകുമാർ പറയുന്നത് എന്താ, ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ കേസ് കള്ളത്തിലാന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഈ കന്യാസ്ത്രീമാരെ വിചാരണയെ കൂടാതെ വെറുതെ വിടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവില്ലേ? ഒരു നിമിഷം അഡ്വക്കേറ്റ് ശങ്കുടിദാസ്, അങ്ങ് പറഞ്ഞത് ജാമ്യ വ്യവസ്ഥ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ ആവുന്നതിനോട് എതിർപ്പുണ്ടാവുന്ന, അതൊന്നും അല്ല വിഷയം. ജാമ്യം ഫോർമലായിട്ട് കൺസീഡ് ചെയ്യാൻ പറ്റുമോ പ്രോസിക്യൂട്ടർക്ക് എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ പറഞ്ഞത് എന്താ? ചരിത്രത്തിൽ ഇന്നേ വരെ ഷോൺ ജോർജ് പറഞ്ഞത് എന്താ? അനൂപ് ആന്റണി പറഞ്ഞത് എന്താ? പ്രോസിക്യൂഷൻ ഇതേവരെ ജാമ്യം കൺസീഡ് ചെയ്ത ചരിത്രമില്ല. ഒരു ഫോർമൽ ഒബ്ജക്ഷൻ ഇല്ലാതെ കൺസീഡ് ചെയ്ത ചരിത്രമില്ല. അങ്ങ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? സർ, വാട്ട് ഈസ് പ്രോസിക്യൂഷൻ? എന്താണ് പ്രോസിക്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോസിക്യൂഷൻ ഈസ് വൺ ഫോർ ദ കേസ്. ആരാണ് ആ കേസ് പ്രസ് ചെയ്യുന്നത്, ആരാണ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അയാളാണ് പ്രോസിക്യൂഷൻ. നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ബെയിൽ കൊടുക്കുന്നതിൽ എതിർപ്പില്ല, നിങ്ങൾക്ക് ഈ കേസ് തന്നെ തള്ളുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോസിക്യൂഷൻ അല്ല. പിന്നെ നിങ്ങൾ ആ പറയുന്ന പദവിയോട് നിങ്ങൾ നീതി പുലർത്തിയിട്ടില്ല. നിങ്ങൾ എന്താ പ്രതിഭാഗത്തിനോട് കൂടി ചേർന്നിട്ട് നിങ്ങൾ ജാമ്യം കൊടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് വളരെ മോശമായിട്ടുള്ള കീഴ്വഴക്കാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരാള് നല്ല പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരു അഭിഭാഷകൻ തന്നെ നമ്മളോട് പറയുന്നു, ഇങ്ങനെയല്ല അത് പ്രസ് ചെയ്യേണ്ടിയിരുന്നത്. ജാമ്യം കൊടുക്കണമെങ്കിൽ പ്രോസിക്യൂഷന് ആദ്യം തന്നെ ഈ കേസിൽ ജാമ്യം അനുവദിക്കാവുന്നതാണ് എന്ന് പറയാം. അന്വേഷണ ഘട്ടത്തിലാണെങ്കിലും ജാമ്യം അനുവദിക്കാവുന്നതാണെന്ന് പറയാം. അങ്ങനെ പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി കേസുകളുണ്ടെന്ന് ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്ന അഭിഭാഷകൻ തന്നെ പറയുന്നു. താങ്കൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ഞാൻ പഠിച്ചു വന്നിട്ടുള്ള കളരിയിൽ നമുക്ക് യാതൊരു എതിർപ്പും പറയാനില്ലാത്ത ഗ്രൗണ്ടിൽ സിലബസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അത് മുഹമ്മദ് ഷാ ഫയലുകൾ അയച്ചു തരും. ഇത് ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് മുഹമ്മദ് ഷാ പറയുന്നതാണ് കൂടുതൽ ശരി എന്നുള്ളതാണ്. അദ്ദേഹം പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട്, താങ്കളുടെ കയ്യിൽ തെളിവില്ല. താങ്കൾ പഠിച്ച കളരിയിൽ സിലബസ് അത്രയേ ഉള്ളൂ. ശരി അല്ല, താങ്കളൊരു ബഡ്ഡിംഗ് ലോയർ ആണ്. ഞാൻ താങ്കളെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുകയില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ അനുഭവത്തിൽ പറയുന്നതാണ്. നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ കയ്യിലെ തെളിവ് നിങ്ങൾ കണ്ടോ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അദ്ദേഹത്തിന്റെ കയ്യിലെ തെളിവ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒബ്ജക്ഷൻ പറയാൻ പറ്റാത്ത മുഹമ്മദ് ഷാ ആധികാരികമായി മുഹമ്മദ് ഷാ പറയുകയാണോ അതോ ഈ ചർച്ചയ്ക്ക് വേണ്ടി കള്ളം പറയുകയാണോ? ഒറ്റ വാക്കിൽ പറയും. മുഹമ്മദ് ഷാ എന്ത് പറഞ്ഞാലും മുഹമ്മദ് ഷാ എന്ത് പറഞ്ഞാലും അത് ആധികാരികമാണ്. ഞാനിനി രേഖ ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചാലും അത് വാദമാണല്ലോ. പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ അയാളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറെ കുറിച്ച് പുറത്തു നിന്ന് ഒരാൾ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് മുഹമ്മദ് ഷാ പറയുന്നു. താൻ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് ഷാ പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഫസ്റ്റ് പേഴ്സണലാണ് അദ്ദേഹം അത് പറയുന്നത്. വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ജൂറിക്ക് മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള നല്ല ധാരണ എനിക്കുണ്ട്. നമ്മുടെ മുമ്പിൽ വസ്തുതകളാണുള്ളത്. വസ്തുതകൾ പക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പക്ഷത്തേക്ക് പോകും. വസ്തുതകൾ ഒരു പക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആ പക്ഷത്തേക്ക് പോകും. അത്രേ ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ശങ്കുട്ടിദാസ്. അപ്പോഴെല്ലാം വസ്തുതകളോടൊപ്പമായിരുന്നു ഞാൻ. പല ഘട്ടങ്ങളിലും ശങ്കുട്ടിദാസിനോടൊപ്പവും നിന്നിട്ടുണ്ട്. വസ്തുതകൾ ശങ്കുട്ടിദാസിന് അനുകൂലമാകുമ്പോൾ ഇപ്പോൾ വസ്തുതകൾ തിരിച്ചായതുകൊണ്ടാണ് ഞാൻ ഈ നിലപാടെടുക്കുന്നത്. Debate with Dr. Arun Kumar.